ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പ്രകമ്പനം റിവ്യൂലോട്ടാണ്. പടം കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ കോമഡി ഹൊറർ മൂടിപ്പെടുന്ന ഒരു പടമാണ്. അത്യാവശ്യം എനിക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രകമ്പനം. ഡയറക്ടർ വിജീഷ് പാനത്തൂർ, റൈറ്റർ ശ്രീഹരി വടക്കൻ. ഈ റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര പുതുമയുള്ള റൈറ്റിംഗ് അല്ല, പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. എന്നുവെച്ചാൽ സമയം പോകുന്നത് അങ്ങനെ അറിയത്തുമില്ല. നല്ല രീതിയിൽ അവർ, പിന്നെ ഡയറക്ടറിൻ്റെ കാര്യം പറയാം, നല്ല രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമാട്ടോഗ്രാഫി ക്യാമറ കൈകാര്യം ചെയ്തേക്കുന്നത് ആൽഫി ആൻ്റണി. എഡിറ്റ് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ സൂരജ് എൻ്റെ പേരാണ്. മ്യൂസിക് ചെയ്തേക്കുന്നത് ബിപിൻ അശോകൻ ശങ്കർ ശർമ്മ. മ്യൂസിക്കിനകത്ത് 2 സോങ് ഉണ്ടേ. ആ 2 സോങ്ങും അത് നല്ല പ്ലേസിലാണ് ഇത് അവർ കൊടുത്തേക്കുന്നത്. കാരണം ആവശ്യമുള്ളിടത്ത് മാത്രം, അല്ലാതെ ഇടയ്ക്കൂടെ പാട്ട് കാണിച്ച് വേർപ്പിക്കുന്നതല്ല. നല്ല രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സോങ്ങിനകത്തൂടെ തന്നെ അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും അവർ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് സ്റ്റാറിംഗ് എന്ന് പറഞ്ഞാൽ ഗണപതി, സാഗർ സൂര്യ, അല്ലമി, ഈ 3 ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നൊരു സ്റ്റോറി. അത് ആദ്യമേ കാണിക്കുന്ന ഒരു ഹോസ്റ്റൽ ജീവിതമാണ് അവരുടെ കാണിക്കുന്നത്. അത് ആ ഹോസ്റ്റൽ ജീവിതമൊക്കെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗണപതിയുടെ ഒരു നാട് കാണിക്കുന്നുണ്ട്. ഒരു നാട്ടുമ്പുറത്തിലുള്ള കുറച്ച് ആൾക്കാർ CPM കാരാണ്. അവരെ ട്രോളി നല്ലോണം ചെയ്തു വെച്ചിട്ടുണ്ട്. CPM-നെ ട്രോളിക്കൊണ്ട്. അപ്പോൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് PP കുഞ്ഞികൃഷ്ണൻ വരുന്നുണ്ട്. കുഞ്ഞികൃഷ്ണനാണ് ഇവരുടെ അപ്പൂപ്പൻ, ആരുടെ, ഗണപതിയുടെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ. അത് കഴിഞ്ഞിട്ട് അസീസ് നെടുമങ്ങാട്. അസീസിനെ തന്നെ ആദ്യമായിട്ട് ഒരു പോലീസ് അല്ലാതെ കണ്ടിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ ആ റോളൊക്കെ നല്ലോണം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കലാഭവൻ നവാസ് ഈ പടം കണ്ടപ്പോഴാണ് പുള്ളി മരിച്ച കാര്യം തന്നെ ഓർത്തു പോയത്. ഇപ്പോഴും പുള്ളിക്കാരൻ ജീവനോടെ ഉണ്ടെന്ന് തന്നെയാണ് ഈ ഒരു പടം കാണുന്നതിന് മുന്നേ വരെ എൻ്റെ മനസ്സിലുള്ളത്. പുള്ളിക്കാരന് നല്ല രീതിയിൽ, കൂടുതൽ ഡയലോഗൊന്നുമില്ല, പക്ഷേ ഉള്ളത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഈ പടത്തിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മല്ലിക സുകുമാരനാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് എന്തോന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇത് സ്പോയിലറായി പോകും. എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പടം കണ്ടു നോക്കുക. അത്യാവശ്യം. പിന്നെ ഇതിനകത്ത് ആക്ട്രസ്സായിട്ട് വന്നിരിക്കുന്നത് അത് ശീതൽ ജോസഫ്. നല്ല കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിലും ഡയലോഗ് അവസാനം കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ. അത് നല്ല രീതിയിൽ എക്സ്പ്രഷൻ ആയാലും നല്ല രീതിയിൽ പെൺകൊച്ചു ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആടലോടകത്തിനകത്ത് ആ പുള്ളിക്കാരൻ മുടി വളർത്തിയ പേരെനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പം പുള്ളിക്കാരൻ മുടി വെട്ടി, എനിക്കൊന്ന് ഈ സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു മുടി വെട്ടിയത്. കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സിറ്റുവേഷൻ കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. സിറ്റുവേഷൻ കോമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സിനിമ കാണുമ്പം നമ്മൾ ചിരിക്കാൻ വേണ്ടി കൈ നിട്ട് കാണിക്കുന്നതിൻ്റെ കൂട്ടതുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ കോമഡി നമ്മൾ ജീവിതത്തിൽ നടക്കുന്നത്, നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ കാര്യം പറയുമ്പോൾ രീതിയിലുള്ള സിറ്റുവേഷൻ കോമഡി അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ചിലയിടത്തൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും ചിലയിടത്തൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. നല്ല രീതിയിൽ എനിക്ക് ചിരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കൂടുതൽ സ്പോയിലറൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്പോയിലറായി പോകും. പിന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചില സിനിമയുടെ ഹാഫായിട്ട് വെട്ടി കാണിക്കുന്നതിലോട്ട്, എന്ന് വെച്ചാൽ ഹാഫ് എന്ന് പറഞ്ഞാൽ അത് സിനിമ കണ്ടു നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. പിന്നെ ഇതിനകത്ത് രാജേഷ് മാധവ് ഉണ്ട്. എന്തുവന്ന് ഞാൻ പറയുന്നില്ല, കണ്ടു നോക്കുക. നല്ല രീതിയിൽ ചിരിപ്പിക്കാനുള്ള ക്യാരക്ടർ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഹോസ്റ്റൽ ജീവിതവും പിന്നെ ഒരു നാട്ടും പുറത്തിലെ ജീവിതവും പിന്നെ ഒരു ഹൊറർ രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് അത് നല്ല രീതിയിൽ അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബോറടിപ്പിക്കാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. അത്യാവശ്യം ഇത് എന്നുള്ളൊരു ഇത് കണ്ടിട്ട് എന്നാരും പറയത്തില്ല, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എനിക്കത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് തോന്നിയത് പ്രകമ്പനം. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഗണപതിയുടെ ക്യാരക്ടറുണ്ട്. ഗണപതി അങ്ങ് ഏത് ക്യാരക്ടർ കൊടുത്താലും പുള്ളിക്കാരൻ അങ്ങ് ജീവിച്ച് കാണിച്ചോളൂ. അതേപോലെ ഇതിനകത്തും പുള്ളിക്കാരുടെ ക്യാരക്ടർ നമ്മൾ അഭിനയിക്കുമെന്ന് പോലും തോന്നത്തില്ല, അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പടത്തിനെ പറ്റി പറയാം. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. ഇത്രയും ഏകദേശം ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.